മുത്തുമണീസ്. അപ്പോൾ ദേ നമ്മുടെ പാലുകാച്ചി വിശേഷങ്ങളാണ്. ഉച്ചയ്ക്ക് ഒരു 11:30 ആയപ്പോഴത്തേക്കും ദേ ഇങ്ങനെ ഓരോ ബന്ധുക്കളായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ദേ നമ്മുടെ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ചു കേട്ടോ. നല്ല അടിപൊളി പോത്ത് ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മൾ സാറാസ് കാറ്ററിങ്ങിനാണ് ഇന്നത്തെ ഈ ഫുൾ ഡേ കൊടുത്തത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടത്തേക്കുള്ള ഫുഡ്. അങ്ങനെ എന്ത് ബിരിയാണിയൊക്കെ അങ്ങോട്ട് ഇട്ട് നമ്മുടെ ബന്ധുക്കൾ ആദ്യമൊക്കെ ഇങ്ങനെ കുറച്ച് പേരെ ഉള്ളായിരുന്നു കേട്ടോ. വലിയ തിക്കും തിരക്കും ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ പൊന്നെ ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ നിൽക്കാൻ സ്ഥലമില്ല, എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. കാരണം വെച്ചാൽ ഏതൊരു മനുഷ്യൻ്റെയും വലിയൊരു സ്വപ്നമാണ് വീടെന്നുള്ളത്. അങ്ങനെ ആ സ്വപ്നം ഞങ്ങൾക്കും പൂവണിഞ്ഞു. അങ്ങനെ എല്ലാവരെയും കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കണ്ടു. കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമായിരുന്നു. അണ്ണനും ഓട്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കുന്നിടത്തൊക്കെ പോയി നോക്കും അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്നൊക്കെ. അങ്ങനെ ദേ നമ്മുടെ കുട്ടിമണികളൊക്കെ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. വൈകുന്നേരം 4:30 ഞാനും അണ്ണനും ഫുഡ് കഴിച്ചത്. നമുക്കിങ്ങനെ വരുന്നവരെ എല്ലാം വരവേൽക്കാനും അവരോട് വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ ഞാനും അണ്ണനും ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പാലുകാച്ചാകുമ്പോഴത്തേക്കും പൊഴിഞ്ഞു ആൾക്കാർ വരുമെന്ന് പറയുവേ. അതുപോലെ ഉച്ചയ്ക്ക് ഇടിച്ചു കുത്തിയ ആൾ വന്നു. പിന്നെ വൈകുന്നേരം എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും അണ്ണനും പൊന്നൂസും മോണ്ടനും ഒരുപോലെ തളർന്നു കേട്ടോ. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് സാധിച്ച സന്തോഷം.